പുതിയ റിസർച്ചസ് പറയുന്നത് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സിന് പീരീഡ് പെയിൻ അഥവാ ക്രാമ്പിംഗ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മസിൽസിനെ എല്ലാം റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. മസിൽസ് റിലാക്സ് ആവുന്നതോടുകൂടി മസിൽ ടെൻഷൻ എല്ലാം കുറഞ്ഞ് വേദനയുടെ ഇൻറ്റൻസിറ്റി കുറയും. അതേപോലെ മഗ്നീഷ്യത്തിനൊരു അനാൾജസിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് പെയിൻ്റെ സെൻസിറ്റിവിറ്റി അത് പെർസീവ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി നമുക്ക് കുറവായിരിക്കും. അതേപോലെ തന്നെ മഗ്നീഷ്യത്തിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നീർക്കെട്ടുകൾ ഇല്ലാതാക്കുന്നതിനുള്ളൊരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. അതും നമുക്ക് പീരീഡിൻ്റെ സമയത്തുള്ള വേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് ഗുളിക രൂപത്തിലെല്ലാം ഇത് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഡയറ്റിൽ കൂടെ നമുക്ക് റൂട്ടീനായി കഴിക്കുന്ന ഫുഡിൽ കൂടെ കിട്ടുന്ന മഗ്നീഷ്യമാണ് ദ ബെസ്റ്റ് വൺസ് ആയി അറിയപ്പെടുന്നത്. ഇതിനായി നമുക്ക് നോർമൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന പല ഐറ്റംസ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികൾ, അതേപോലെ തന്നെ നട്ട്സ്. അതേപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് സീഡ്സ്. ഇപ്പോൾ മാർക്കറ്റിലായാലും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കളക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കറി വയ്ക്കുന്ന മത്തങ്ങയുടെ സീഡ്സ് ഉപയോഗിക്കാം. എള്ള് കഴിക്കാവുന്നതാണ്. സൺഫ്ലവർ സീഡ്സ്, ചിയ സീഡ്സ്, ഇതെല്ലാം റിച്ചായി മഗ്നീഷ്യം സോഴ്സസ് ആണ്. അതേപോലെ തന്നെ ഹോൾ ഗ്രെയിൻസ്, അതായത് തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ, തവിടോടുകൂടിയുള്ള അരി, ഗോതമ്പ്, റാഗി, ഇതെല്ലാം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ, കടല, പയർ, പരിപ്പ്, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം മഗ്നീഷ്യം ചെറിയ തോതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒന്നൊക്കെ മാറ്റിയും മറിച്ചും റെഗുലറായി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മഗ്നീഷ്യം ഡെയിലി നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. താങ്ക് യു.